ജോർജ് ചേട്ടാ നമസ്കാരം. ആ ഇതെവിടെ സ്ഥലം എവിടെയാണ്? ആ ഹാ ഹാ ഹാ. അപ്പോൾ ഈ മാവിൻ്റെ പ്രത്യേകത എന്താണ്? ആ ആ ആ. ഏത് ഇനം മാവാണ് ജോർജ്? നാട്ടുമാവാ. നല്ല ഇത് അച്ചാറിടാനും കാര്യമൊക്കെ നല്ല ടേസ്റ്റാണ്. ആ ആ. അപ്പോൾ അച്ചാറിടാനും ഒക്കെ നല്ലതാണ് അല്ലേ? പഴുപ്പിച്ച് കഴിക്കാനും നല്ലതാണ്. ആ ശരിക്കും പിടിച്ചിട്ടുണ്ടല്ലേ? ശരിക്കും പിടിച്ചിട്ടുണ്ടല്ലേ? ആ ആ ആ ഉണ്ട്, ശരിക്കും പൂങ്കുലയുണ്ട്. ആ ആ. അടുത്ത വർഷം പിടിക്കും. ആ ആ ആ. നമുക്ക് എന്തുവായിരുന്നു ജോലി? കൃഷിപ്പണിയായിരുന്നല്ലേ? ആ. ഈ ഒരു മാവേ ഉള്ളൂ, വേറെ മാവൊക്കെ ഉണ്ടോ വീട്ടിൽ? കൃഷിയോടൊക്കെ താല്പര്യം? ആ. എനിക്കിത് ഇങ്ങനെ പോകുന്ന കണ്ട് നല്ല ഭംഗി തോന്നി, അങ്ങനെയാണ്. ആ. നാട്ടുമാവെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ മാമ്പഴം കഴിക്കുമ്പോഴുള്ള രുചിയെക്കുറിച്ച് എന്തെങ്കിലും ആ ചേട്ടൻ്റെ കുട്ടിക്കാലത്തുള്ള എന്തെങ്കിലും സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഈ മാങ്ങ പറിക്കുക, അതിൻ്റെ എന്തെങ്കിലും ഒരു അനുഭവം ഒന്ന് പറയാമോ? ഒന്ന് പറയാമോ? ആ ആ ആ. അങ്ങനെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? പിന്നെ പിന്നെ കുടുംബമൊക്കെ? മോനോ? അപ്പം എന്തെങ്കിലും ഈ മാവ് കൃഷിയെ കുറിച്ച്, ഈ മാവിന്റെ പരിചരണത്തെ കുറിച്ച്, പൂക്കളെ ആ ഞാൻ കണ്ടതാണ്. ആ പൂ ഉപയോഗിക്കാനുള്ള മരുന്നുണ്ട്. അതെന്താണത്? എനിക്കറിയത്തില്ല. അപ്പം എല്ലാവരും മാവിൻ്റെ വിശേഷം കണ്ടല്ലോ. നാട്ടുമാവ് നല്ല കൊച്ചൊരു നാട്ടുമാവാണ്, ശരിക്കും നിറയെ പൂത്തിട്ടുണ്ട്. എന്ത് ഭംഗിയാണ് കാണാൻ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. എല്ലാവർക്കും നന്ദി. മകരനിലാവിൽ മാമ്പൂ വിരിയുമെന്നത് കവിസങ്കല്പമല്ല, എൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ ഞാനിപ്പോൾ അത് കാണുകയാണ്. ഒരു നാട്ടുമാവ് സുന്ദരി, മുടി നിറയെ മുല്ലപ്പൂ ചൂടിയ വനിതയെപ്പോലെ, ഒരു പെൺകുട്ടിയെപ്പോലെ സുന്ദരിയായി നിൽക്കുന്ന ഈ മാവിനെ കാണുമ്പോൾ ആരും സ്നേഹിച്ചു പോകും, ലാളിച്ചു പോകും. അതൊന്ന് നോക്കി നിൽക്കാൻ ആർക്കും കൊതി വരും. ഈ വഴി പോകുന്നവരെല്ലാം ഈ മാവിനെ നോക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ ആ മാവിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, അതിൻ്റെ ശിഖരങ്ങൾ ഞാൻ കുറച്ച് ഒടിച്ചു കളഞ്ഞു, ഇപ്പോൾ അതിൽ വേദനിക്കുന്നുവെന്ന്. ആ വാക്ക് കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. പ്രകൃതിയാണ്, പ്രകൃതി അമ്മയാണ്, സ്നേഹിക്കുക.